ധർമ്മടത്ത് പോലും നിലയുറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് CPM മാറിയിട്ടുണ്ട്. LDF കോട്ടകൾ അല്ലെങ്കിൽ LDF ഒന്നടങ്കം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയിലേക്ക് മാത്രം മാറുന്നതാണോ? അതോ പാർട്ടി സെക്രട്ടറിക്ക് ഇതിലൊരു പങ്കുമില്ലേ? ഒന്ന്, ഇതിന് പ്രധാന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, പിണറായി വിജയന്. പിന്നെ വേറൊന്ന്, ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന മഹാനില്ലേ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ഗോവിന്ദൻ രംഗത്ത് വന്നത്. ഗോവിന്ദന് ഒരു പാർട്ടി സെക്രട്ടറി ആവാനുള്ള യോഗ്യതയൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി ആവാൻ യോഗ്യതയില്ല എന്ന് മാത്രമല്ല, ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആവാനുള്ള യോഗ്യത പോലും ഇല്ല. അയാൾ പഴയ ഒരു ഡ്രിൽ മാഷാണ്. ഈ കുട്ടികളെ കൊണ്ട് ഓലക്കാൽ ശീലക്കാൽ പഠിപ്പിച്ച് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേത് സംസ്ഥാനങ്ങളിലൊക്കെ എടുത്തു നോക്കിയാലും CPM ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവനും നല്ല പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇപ്പോൾ ബിമൻ ബോസ് എന്നൊക്കെ പറഞ്ഞ ബംഗാളിൽ, അനിൽ ബിശ്വാസ്, ഇപ്പോഴാണ് ബംഗാളിൽ ഒരു കുഞ്ഞിരാമനുണ്ട്, എന്തോ ഒരു മുഹമ്മദ് സലീം എന്ന് പറഞ്ഞ്. അവർക്കൊന്നും പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റിയോ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ, ഈ എന്താണ് പറയുന്നത്, ഗോവിന്ദന് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ വാസ് എ ഗുഡ് ഫിഗർ, നല്ലൊരു ഓർഗനൈസറായിരുന്നു, ആൾക്കാരെ മുഴുവൻ ഒപ്പം നിർത്താൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനു മുമ്പ് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ വാസ് ഗുഡ് പാർട്ടി സെക്രട്ടറി, നല്ല സംഘാടകനായിരുന്നു, അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ 1996 മറ്റാണ് ചടയൻ ഗോവിന്ദനായ പാർട്ടി സെക്രട്ടറി മരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു പാർട്ടി സെക്രട്ടറിന് വേണ്ടി വന്നു. അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനെ അച്യുതാനന്ദനാണ് നോമിനേറ്റ് ചെയ്ത് പാർട്ടി സെക്രട്ടറി ആക്കിയത്. അപ്പോൾ ആരോ ചോദിച്ചു അച്യുതാനന്ദൻ്റെ അടുത്ത്, പിണറായി വിജയൻ നല്ലൊരു മന്ത്രിയല്ലേ, നിങ്ങൾക്കിപ്പോൾ ഈ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് മാറ്റണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞ മറുപടി ഇന്ന് ഞാൻ ഓർക്കുന്നു: മന്ത്രിമാരെ ഇഷ്ടംപോലെ അങ്ങ് കിട്ടും, പാർട്ടി സെക്രട്ടറിമാരെ കിട്ടൂല. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്ന് പിണറായിക്ക് അത്ര പ്രായമൊന്നുമില്ലായിരുന്നു, 55 വയസ്സിന് എങ്ങാണ്ടൊരു പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഹി ഡിഡ്ന്റ് ലെറ്റ് എനിബഡി ഡൗൺ. നന്നായിട്ട് പാർട്ടി സെക്രട്ടറി നല്ല രീതിയിലാണ് കൊണ്ടുവന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ ദേഷ്യവും മുൻശുണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പിണറായി വിജയൻ. അന്ന് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ദേ വർ ഈറ്റിംഗ് ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്. അത്രമാത്രം ഒബീഡിയൻ്റ് ആയിട്ട് നിന്നിട്ടാണ് കേരളത്തിലെ ഈ പറയുന്ന പാർട്ടി പത്രങ്ങളും റിപ്പോർട്ടർമാരും ചാനൽ റിപ്പോർട്ടർമാരും ഒക്കെ പെരുമാറിയിരുന്നു. എന്തിനു പറയുന്നു, 2016 അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിന് മനോഹാരിതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയണ ഒരു ലേഖികനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങ് എന്തുകൊണ്ടാണ് ചിരിക്കാത്തത്, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നത് മുഴുവൻ. ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യം, ക്രൂഷ്യലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇവർക്ക് ആർക്കും അന്ന് വയ്യായിരുന്നു. പിന്നെ അദ്ദേഹം പിണറായിയോടുള്ളൊരു ഭയഭക്തി ബഹുമാനമാണ്. പിന്നെ കാരണം ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉത്തരം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയോ ഒന്നും ആയിരുന്നില്ല പിണറായി എന്നുള്ളത് തന്നെയല്ലേ. അദ്ദേഹം ഒരു കൂന്താലി എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരു അപൂർവ മുഖ്യമന്ത്രിമാരുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഓൾസഡ് കേരളം കണ്ടിട്ടുള്ള ശക്തനായ ഒരു മുഖ്യമന്ത്രി, ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നൊന്നും ഞാൻ പറയില്ല, ഏറ്റവും ശക്തനായ ഒരു മുഖ്യമന്ത്രി, ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി. നാച്ചുറലി അത് തന്നെയാണല്ലോ കഴിവ്. ഒരു ഡിക്റ്റേറ്റോറിയൽ ടെൻഡൻസി ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട എല്ലാ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന അടക്കി ഭരിക്കുക. ഇപ്പം സോവിയറ്റ് യൂണിയനെ പറ്റി ജോസഫ് സ്റ്റാലിൻ ഉണ്ടായിരുന്നില്ലേ, ഞാൻ ജോസഫ് സ്റ്റാലിനെ കുറിച്ചൊരു സംഭവം പറയാം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ക്രൂഷ്ചേവ് പാർട്ടി സെക്രട്ടറിയായി. അത് കഴിഞ്ഞിട്ട് നടന്ന മീറ്റിങ്ങിൽ ഈ നികിത ക്രൂഷ്ചേവ്, അയാൾ ജോസഫ് സ്റ്റാലിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, അയാൾ ശുംഭനായിരുന്നു, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യോഗത്തിൽ ഹാജരായിരുന്ന ഏതോ സെൻട്രൽ കമ്മിറ്റിയോ, അവർക്ക് അങ്ങനെ കുറേ കമ്മിറ്റി ഉണ്ടല്ലോ, പൊളിറ്റ് ബ്യൂറോ, അങ്ങനെയൊക്കെയുള്ള കമ്മിറ്റികളുണ്ടല്ലോ. അപ്പോൾ അതിനകത്തിരുന്ന ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഇതൊക്കെ നിങ്ങളെന്താ അന്ന് നിശബ്ദത പാലിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് സ്ഥലത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ആരാ പറഞ്ഞേ? ഭയങ്കര ദേഷ്യപ്പെട്ട ആൾ ചോദിച്ചു, ക്രൂഷ്ചേവ്. ഒരു മനുഷ്യനും മിണ്ടിയില്ല. അയാൾ പിന്നെ ചോദിച്ചു, ഞാൻ ചോദിക്കണു, ഇത് ആരാ ചോദിച്ചതെന്ന് പറയുന്നു. ഒരു മനുഷ്യനും മിണ്ടിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്രൂഷ്ചേവ് ചിരിച്ചുകൊണ്ട് പറയുക, അത്ര
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്താ അന്ന് പറയാതിരുന്നെന്ന്. അടുത്ത സെക്കൻഡിൽ അയാളെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ കൊടുക്കും. അതുപോലെ ഈ നമ്മുടെ കൂട്ടുകൃഷി ഫാംസ്, കൂട്ടുകൃഷി കോപ്പറേറ്റീവ് ഫാംസ് ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ. അതിൽ കൃഷി ചെയ്യുമ്പോൾ അത് ഒരു ലാഭകരമായ പരിപാടിയല്ല. സോവിയറ്റ് യൂണിയനെ പോലെയുള്ള രാജ്യത്തെ പറ്റിയ പരിപാടിയല്ല അതെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളെ അപ്പം തന്നെ പിടിച്ച് ജയിലിലിട്ടു. സൈബീരിയയ്ക്ക് നാട് കടത്തി അവിടെ കൊണ്ട് അയാളെ വെടിവെച്ചു വന്നു. സ്റ്റാലിന് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറഞ്ഞത്. അതൊക്കെയാണ് എന്താ പറയുക ഒരു ഭരണാധികാരിയുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷെ അയാൾ പിടിച്ചു നിന്നു. അയാൾ അവസാനം വിഷം കൊടുത്ത് കൊന്നു എന്നുള്ള ദാറ്റ്സ് അനദർ തിങ്. എലിവേഷൻ കൊടുത്തിട്ട് കൊല്ലുക ചെയ്ത്. സർ, ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു മുക്കിനും മൂലയ്ക്കും ഇവർ വെച്ചിരുന്ന ഹോർഡിങ്സ് മുഴുവനും. ഇത് മുഴുവനും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പതിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. പക്ഷേ ഇപ്പോൾ പറയുന്നു LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ UDF ഉണ്ട് എന്നുള്ള കൃത്യമായ ഉത്തരമാണ്. അതായത് അതിൽ മറ്റൊന്നും പറയാനില്ലാത്ത രീതിയിൽ പാർട്ടി സംവിധാനം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത പിണറായിക്കുണ്ടോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് പറ്റില്ല. 19 വയസ്സായി പ്രജിത അദ്ദേഹത്തിന്. യു ഗിവ് ഹിം റെസ്റ്റ്. അദ്ദേഹം പിരിഞ്ഞു പോട്ടെ, വീട്ടിൽ പോയി ഇരിക്കട്ടെ. പിണറായിലോ അതല്ലെങ്കിൽ ദുബായിലോ UK എവിടെയെങ്കിലും പോയി താമസിച്ച് സ്വസ്ഥമായിട്ട് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നങ്ങൾ കഴിയട്ടെ. ഇനി അദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പവറില്ലാത്ത എന്താ പറയണ പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ ഇല്ലാത്തൊരു വ്യക്തിയെ പോലെ വ്യക്തി തുല്യമായിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 10 വർഷം CPM ലീഡർഷിപ്പിന് ചൊല്ലി അടിയുണ്ടായിട്ടുണ്ടോ? ടെൽ മീ. അതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെ ബഹളം നടന്നു. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് അടി, നിയമസഭയിലേക്ക് വരുമ്പോൾ അടി, മന്ത്രിയാവാൻ വേണ്ടി തമ്മിത്തല്ല്. ഈ 10 വർഷം എന്തെങ്കിലും പ്രശ്നം കേരളത്തിൽ നടന്നിട്ടുണ്ടോ? സി, എനിക്ക് പിണറായിയോട് വലിയ എന്താ പറയുക സ്നേഹമോ ആദരവോ ഒന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമല്ല. പക്ഷെ നല്ലതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പോകെ പോകെ നമുക്ക് മനസ്സിലാവും പിണറായി എത്രയോ ഭേദമായിരുന്നു എന്ന് തോന്നും. ഈ സതീഷിനേക്കാൾ എത്രയോ ഭേദമാണ് പിണറായി എന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന് ഹീസ് ഓൾ സെഡ് ആൻഡ് ഡൺ. അദ്ദേഹം ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ്. ഗ്രൗണ്ട് ലെവൽ വർക്കേഴ്സുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇത് എവിടെയോ വെച്ച് കട്ടായി പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും കടപുഴകുന്ന ഒരവസ്ഥയാണ്. കമോൺ, ഇതൊരു വലിയ സംഭവമല്ല കുട്ടി. കാരണം ഈ പിണറായി വിജയൻ ഇവിടെ തോറ്റു എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ജയലളിത, തമിഴ്നാട്ടിലെ ജയലളിത 91, 96 കാലഘട്ടം കഴിഞ്ഞിട്ട് ആ 96 ഇലക്ഷനിൽ ജയലളിത അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തോറ്റുപോയതല്ലേ. അപ്പോൾ അതൊരു വലിയ സംഭവമല്ലേ. എത്രയോ മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ പലയിടത്തും മത്സരിച്ചിട്ട് തോറ്റുപോയിരിക്കുന്നു. അജിത് ജോഗി തോറ്റുപോയിരിക്കുന്നു. പിന്നെ അതേപോലെ VC ശുക്ല, രവിശങ്കർ ശുക്ലയൊക്കെ തോറ്റുപോയിരിക്കുന്നു. ഈ പറയുന്ന ബംഗാളിലെ ഏറ്റവും വലിയ ടൈറ്റൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, സോമനാഥ് ചാറ്റർജി. അയാളെ ലോക്സഭ ഇലക്ഷനിൽ മലർത്തി അടിച്ചതല്ലേ നമ്മുടെ മമതാ ബാനർജി. ഓർമ്മയില്ലേ അത്? അപ്പോൾ അതൊന്നൊരു വലിയ... ഇന്ദിരാഗാന്ധി തോറ്റില്ലേ റായ്ബറേലിയിലും, സഞ്ജയ് ഗാന്ധി അമേഠിയിലും തോറ്റില്ലേ 1977 തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധി ഇവിടെ എന്താ പറയുക റായ്ബറേലിയിൽ നിന്ന് തോക്കും എന്ന് പേടിച്ചിട്ടല്ലേ ഇവിടെയും വന്ന് രണ്ടാമത് ഇത് കൊടുത്തത്, എന്താ പറയണ നോമിനേഷൻ കൊടുത്തത്. അപ്പോൾ അതൊരു വലിയ സംഭവമല്ല. ഇറ്റ്സ് സോ ഹാപ്പൻസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിടിവിട്ടുപോയി. അദ്ദേഹം അവസാന കാലഘട്ടത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിനിട്ട് പാര വെച്ചിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, MA ബേബി, തോമസ് ഐസക് ആൻഡ് ദിസ് ഫെലോ ബ്രിട്ടാസ്, ഇവർ 3 പേരും അങ്ങേർക്കിട്ട് പാര വെച്ചിട്ടുണ്ട്. അത് അങ്ങേര് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് കൊള്ളാമെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയണം, ഇപ്പോഴും പറയണം.